ഹലോ സുഹൃത്തുക്കൾ, ഈ വീഡിയോ കാണാതിരിക്കരുതാവാ. അതായത് കഞ്ഞിമൂലരെ പറ്റിച്ച് ഒരു വയലാണ്. ഇത് കേൾക്കണം. ചിലക്കുണ്ട് കഞ്ഞിമൂല എന്ന് പറയുന്ന ഒരു സംഭവം വിശുദ്ധ ഇസ്ലാമിലില്ല. പഠിച്ചോ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിലില്ല. അത് എന്ത് കഞ്ഞിമൂല? കഞ്ഞി വെച്ച് കുടിക്കാണ് ആണോ കഞ്ഞിമൂല? ഈ വിഷയമൊക്കെ ഞാനും പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ചിലർ മനസ്സിലാക്കി ഇത് കൊണ്ടുവന്ന് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ട് അവിടെ കഞ്ഞിമൂല, ഇവിടെ കഞ്ഞിമൂലയുണ്ട്, ആ പ്രശ്നമുണ്ട്, ഇവിടെ ഇന്നത് പറ്റൂല, ബാത്റൂം പറ്റൂല, കഞ്ഞിമൂല ബാത്റൂം പണിതാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്, ദോഷമാണ്. ഇസ്ലാം മതത്തിൽ അതൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ തഴവ ഉസ്താദൊക്കെ എന്നേ ഖറാബായി പോയാനെ. ബാത്റൂം ഇരുന്നത് കഞ്ഞിമൂലയിലാണ്. അള്ളാഹു നമ്മളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തഴവ ഉസ്താദിനെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം ബാത്റൂം വരുന്നത് കഞ്ഞിമൂലയിലാണ്. എന്താ ഇവരൊന്നും കിതാബ് ഓതി പഠിക്കാത്തവരാണ്. ഇവർ കാണാത്ത ഏത് കിതാബാണ് നമ്മൾ കണ്ടത്? നമ്മുടെ കൗമിൽപ്പെട്ട കുറേ പേര് ഇങ്ങനെയുള്ള പരിപാടികളായിട്ട് ഇരിക്കുക. മൂല്യന്മാർക്ക് അറിയാത്ത പണിയാണിത്, എന്നാൽ പിന്നെ നമുക്ക് ഇന്ന ആളെ കൊണ്ടുവരാം. ഇവിടെ മൂല്യന്മാർ ഇതിന് നിൽക്കാത്ത എന്താണെന്നറിയോ? ഇത് എതിർത്തതാണ്. വിശുദ്ധ ഇസ്ലാമിലെ ചുണക്കുട്ടികൾ, ആലിമീങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അത് മനസ്സിലാക്കി. നമ്മളത് ഭയങ്കര ശാട്ടിയാണ്. ചില ആളുകൾ അത് ഭയങ്കരമായിട്ട് വസ്വാസം ഉണ്ടാക്കാൻ. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. തീർത്തു പറയാൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറേ വ്യാജമാകുന്ന പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ അറിയാൻ പറ്റുന്ന ആളാണ്. ഇന്ന ഗുരുക്കൾ ഭയങ്കരമാണ് അയാൾ, സ്വാമി, അയാളെ കൊണ്ടുവരിക. അയാൾ പറയുന്നത് വിശ്വസിച്ച് പണി ചെയ്താൽ നീ ഖുർആൻ കൊണ്ട് അവിശ്വസിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇപ്പം കേട്ടില്ല, ആ മൂലയുണ്ട് ഈ മൂലയുണ്ട് എന്നിട്ടൊന്നും നിങ്ങൾ പൊട്ടിക്കാൻ നിൽക്കണ്ട. ചില ഉസ്താദുമാർ പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അങ്ങനെയല്ല പറയുന്നതാണ്. അപ്പോൾ അത് പൊട്ടിച്ച് ഇത് പൊട്ടിച്ചൊന്നും പുതിയ പേരൊന്നും പൊട്ടിക്കാൻ നിൽക്കണ്ടാവുക. കേട്ടില്ലേ?